നിയമസഭാ സമ്മേളനത്തിൽ LDF സർക്കാരിനെയും മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെയും വലിച്ചു കീറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രുവാണ് മാത്യു കുഴൽനാടൻ. ഇക്കുറി കുഴൽനാടനെ നിയമസഭയിൽ എത്തിക്കില്ലെന്ന് ഇടതുപക്ഷം പ്രതിജ്ഞയെടുത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. മികച്ച മാർജിനിൽ തന്നെ കുഴൽനാടൻ നിയമസഭയിലെത്തി. പിന്നാലെ സഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ LDFനെ വലിച്ചു കീറിയിരുന്നു കുഴൽനാടൻ. കഴിഞ്ഞ കാലങ്ങളിൽ കണക്കുകളും വസ്തുതകളും നിരത്തി LDFനെ വെള്ളം കുടിപ്പിച്ച VD സതീശന്റേതിന് സമാനമായ രീതിയാണ് കുഴൽനാടനും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും നിയമസഭയിൽ വൻ ആക്രമണം കുഴൽനാടന്റെ നേതൃത്വത്തിൽ UDF നടത്തിയിരുന്നു. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെ അടക്കം വലിച്ചു കീറിയാണ് കുഴൽനാടൻ സംസാരിച്ചത്. ഖജനാവിൽ 6000 കോടി രൂപ മിച്ചമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കഴിഞ്ഞ സർക്കാരും ധനമന്ത്രിയും ശ്രമിച്ചത്. എന്നാൽ വസ്തുത പരിശോധിച്ച UDF സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 7000 കോടിയിലധികം രൂപ കടമുണ്ടെന്നിരിക്കെ മുൻ ധനകാര്യമന്ത്രി കള്ളമാണ് അടിച്ചിറക്കിയത്. ധനകാര്യമന്ത്രി എന്നാൽ സംസ്ഥാനത്തിന്റെ കണക്കപ്പിള്ളയാണെന്നിരിക്കെ എന്തിനിങ്ങനെ കള്ളം പറയുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചത്. ടാക്സ് മാനേജ്മെന്റിലും കേരളം ഏറെ പിന്നിലാണ്. തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നിലേക്ക് കുതിച്ച സാഹചര്യം കേരളം കാണാതെ പോകരുതെന്നും കുഴൽനാടൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താൻ സംസാരിച്ചപ്പോൾ അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ അപമാനിച്ചു. എന്നാൽ ഇന്ന് അതൊന്നും അസംബന്ധമല്ലെന്ന് തെളിഞ്ഞുവെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ആകെ കുഴൽനാടന് ലഭിച്ചത് 11 മിനിറ്റാണ്. അത് ധാരാളമായിരുന്നു അദ്ദേഹത്തിന്. KN ബാലഗോപാലിനെ വറുത്തുകോരിയാണ് കുഴൽനാടൻ താണ്ഡവമാടിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇരുട്ടിന്റെ മറവിൽ RSSന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PMC നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ PMCയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഇനി കഴിഞ്ഞ നാളുകളിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 2 ആരോപണങ്ങളാണ് അല്ലെങ്കിൽ 2 വിമർശനങ്ങളാണ് കട്ടിയായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അതിനൊന്ന് ലീഡ് ചെയ്തത് ബഹുമാനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായ സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായി പറയുകയാണ്. PMC പദ്ധതി UDFന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വരികയാണ്. അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറയാം. ഞാൻ നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? കാരണം നമുക്കറിയാം, RSSന്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ക്യാച്ച് ദം യങ് പറഞ്ഞ മാതിരി മനസ്സുറയ്ക്കുന്നതിന് മുമ്പ്, മസ്തിഷ്കം ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിലേക്ക് മതചിന്ത കടത്തിവിട്ട് അവരെ നമുക്ക് ഒരു കാലത്തും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന RSSന്റെ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു സർ PMC എന്ന് പറയുന്നത്. നിങ്ങളിരുന്ന ക്യാബിനറ്റിൽ വന്നപ്പോ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചതല്ലേ, ഇത് ചെയ്യരുത്, ഇതരുത്, ഇത് അപകടമാണ്, ഇത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം തകർക്കുമെന്ന് പറഞ്ഞു. 1 വട്ടം മാറ്റിവെച്ചു, 2 വട്ടം മാറ്റിവെച്ചു, 3ാമത്തെ വട്ടം മാറ്റിവെച്ചു. കേക്ക്, വെയിറ്റ്, റിലാക്സ്, ഐ വിൽ ഈൽഡ് കുഴപ്പമില്ല. എന്നിട്ട് ചെവി അറിയാതെ ഇരുട്ടിന്റെ മറവിൽ RSSന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PMC നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ PMCയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് അല്ലെങ്കിൽ CPMനെ കുറിച്ച് പ്ലീസ് റിലാക്സ്. ഇപ്പൊ സമയമായില്ലോ, ഇപ്പൊ തുടങ്ങിയല്ലോ ഉള്ളൂ. സമയം തരാണ്. നിങ്ങൾക്കും പറയാനുള്ള അവസരം ഉണ്ടല്ലോ. നിങ്ങൾക്കും പറയാനുള്ള ഈ കേരളത്തിലേക്ക് ആദ്യമായി RSS അജണ്ട കൊണ്ടുവന്ന ആരാണ് സർ? ആദ്യമായി കൊണ്ടുവന്ന ആരാണ്? ഇരുട്ടത്ത് പോയി PMC ഒപ്പിട്ട കോൺഗ്രസ്. ഇരുട്ടത്ത് പോയി ആരും അറിയാതെ, ഇവിടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന മന്ത്രിമാരറിയാതെ, മന്ത്രിസഭ അറിയാതെ ആരാണ്? ഇന്ന് നിങ്ങളൊക്കെ PMCയുടെ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ശാന്തമായി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയാം. ഞാൻ പറയുന്നത് എന്നിട്ട് മുന്നണിക്കകത്ത് തന്നെ തർക്കം ഉണ്ടായി, ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് PMC പദ്ധതിയെ കുറിച്ച് ഇപ്പൊ ഞങ്ങളെ വിമർശിക്കുകയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും കാലം ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇതിന്റെ അപകടം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇതിന്റെ ആഴം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് PMC എന്ന പദ്ധതി കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന തകർച്ച അറിയില്ലാഞ്ഞിട്ടാണോ?
ഞാൻ ഒരു സമയമുണ്ടല്ലോ, വെയിറ്റ്, സമയമുണ്ടല്ലോ, സമയം നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അന്നേരം പറയാൻ എന്തിനാണ് ബഹളം കൂട്ടുന്നത്? ഇത് പണ്ടിങ്ങനെയായിരുന്നു സാർ. ഇവരോട് ബഹളം വെച്ച് പ്രസംഗം ഇല്ലാതാക്കണം. കഴിഞ്ഞ വട്ടം ഒരുപാട് വട്ടം എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രസംഗം പൂർത്തീകരിച്ചില്ല. അത് മാത്രമല്ല, ഇവിടെ എന്താണ് മൈക്ക് ഓഫ് ചെയ്യില്ലായിരിക്കും. അങ്ങായതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പണ്ട് ഇതുപോലെ ബഹളം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ, അതുകൊണ്ട് കേരളത്തിന്റെ പൊതുബോധത്തിനെതിരെ ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് പിണറായി വിജയനും LDF ആണെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിൽക്കുന്നു. രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാന്യനായ പഴയ നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ ഒരു ഭയങ്കര ആരോപണം അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള ടാക്സ് അവസാനിപ്പിക്കും. ഈ സെഷനിൽ ഒരു മേഡൻ സ്പീച്ചാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും. അപ്പോ അദ്ദേഹം പറയാണ് അതിന്റെ അകത്ത് അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ചു പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ആരാ? അദ്ദേഹം തന്നെ ഇതേ സീറ്റിലിരുന്ന് കൊണ്ടുവന്ന നിയമനിർമ്മാണമായിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ആ സമയത്ത് നെഗോസിയേഷൻസ് വെയർ ഓൺ. ആ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതെ. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിൽ അഴിമതി ഉണ്ടെന്ന് തോന്നാൻ കാരണം. അതല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഇദ്ദേഹം പെട്ടെന്ന് എങ്ങനെ അങ്ങനെ പറയാം? എനിക്ക് മനസ്സിലായില്ല. ആരും ഒന്നും അഴിമതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയായിരിക്കും. കാരണം എന്നാ, there may be offer before you may be negotiating. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം. അതല്ലാതെ വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ച് ഇവിടെ നിന്നുള്ള ഒരു പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിയമം കൊണ്ടുവന്നവർ നിങ്ങളാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കി അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഇതാണ്. അതിന് പാലക്കാട് എലപ്പുള്ളിയിൽ ഡിസ്റ്റിലറിക്കുള്ള സൗകര്യം കൊടുത്തയാള്. അപ്പൊ രണ്ട് ആരോപണങ്ങൾ നിങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞു. ഒന്ന് PMCയെ സംബന്ധിച്ച്, ഒന്ന് മദ്യത്തെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് വിജയം യുഡിഎഫിന് ലഭിച്ചത് RSSന്റെ അജണ്ടയെ തടുക്കാൻ, ചെറുക്കാൻ കോൺഗ്രസിന് കരുത്തുള്ളൊരു നേതൃത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് യുഡിഎഫിനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കൈവിട്ടത് ആരൊക്കെയാണെന്ന് നോക്കണം. ഒരുപക്ഷെ മതേതര വിശ്വാസികളായിട്ടുള്ള ഇടതുപക്ഷക്കാരടക്കം നിങ്ങളെ കൈവിട്ടു. കാരണം എന്താ? നിങ്ങളുടെ അജണ്ട ഇതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം അവധാനതയോട് കൈകാര്യം ചെയ്യും. ഇത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്. കാരണം സംസ്ഥാനത്തിന്റെ അവസ്ഥ ഈ ഗതിയിൽ എത്തിച്ചിട്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നാലെ ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എനിവേ, താങ്ക് യു ഫോർ ലിസണിംഗ്.